So hi all, welcome back to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം മനുസാറാണ് കേട്ടോ. നോക്കടാ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗ ചലനം. ഈ ഒരു ടോപ്പിക്ക് കുറേ കുട്ടിയെ കൺഫ്യൂഷനാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ. ഒരു അനിമേഷനൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ഇതെങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നോക്കൂ, ഈ ഒരു ഗ്രൗണ്ടിൽ ഞാനൊരു കല്ല് കണ്ടു കേട്ടോ. ഈ കല്ല് ഞാനിങ്ങനെ എടുത്ത് കുറച്ച് ഉയർത്തിയപ്പോൾ ഈ കല്ലിന് ഒരു ഊർജം ലഭിക്കും. ഇറ്റ് ഗെറ്റ് സം എനർജി. എന്താ കിട്ടുക? എനർജി. എനർജി കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കല്ല് നമ്മൾ ഉയർത്തുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജമാണ് കിട്ടുക അല്ലേ. സോ എൻ ഒബ്ജക്ട് ഗെറ്റ്സ് എൻ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കല്ലിന് എന്തുണ്ട്? ഊർജമുണ്ട്, എനർജി ഉണ്ട്. കിട്ടിയല്ലോ. ഈ പോയിന്റ് പഠിക്കാനുള്ളൂ. ഞാനിതാ ജസ്റ്റ് ഈ കല്ലുകൊണ്ട് പോവുകയാണേ. കല്ലുകൊണ്ട് ഞാനൊരു കുളത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതാ ഞാൻ ഈ കല്ലെടുത്ത് സൈഡ് പിടിക്കേണ്ടതാ. എൻ്റെ കൈ ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിലാണ് ഇപ്പോൾ എന്തുള്ളത്? നമ്മുടെ കല്ലുള്ളത്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതാണ് നമ്മുടെ കുളം. ഞാൻ ഈ കുളത്തിലേക്ക് ഈ കല്ല് ഒരൊറ്റ എറിയാൻ പോവാ കണ്ടോ. എറിഞ്ഞു. കല്ല് കുളത്തിൽ വീണാൽ എന്താ സംഭവിക്കുക? ഉറപ്പായിട്ടും കല്ല് കുളത്തിൽ വീഴുമ്പോൾ ഇതേപോലെ ഓളങ്ങൾ ഉണ്ടാവും, റിപ്പിൾസ് ഉണ്ടാവും, വേവ്സ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? വേവ്സ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേവുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്ന കണ്ടോ നിങ്ങള്? കണ്ടോ വേവ് വന്നില്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായതിൽ നിന്ന്? കല്ലിട്ടാൽ വേവ് ഉണ്ടാവും, ഇതാണ് മനസ്സിലായത്? അല്ല, ഒന്നുകൂടി കാണിച്ചു തരാവേ. മറ്റൊരു കല്ല് ഞാനിതാ നേരെ കുളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. ഈ കല്ല് നേരെ ആ ഒരു കുളത്തിൽ പോയി വീഴുന്നു. അവിടെ എന്താ ഉണ്ടാവുക? വേവ് ഉണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ കല്ലിങ്ങനെ എറിയുമ്പോൾ when the rock is thrown into the pond it attain another kind of energy. എന്ത് എനർജിയാ കിട്ടുക? ഗതികോർജം അല്ലേ? ഓർമ്മയുണ്ടോ? കൈനറ്റിക് എനർജി. സോ ചുരുക്കി പറഞ്ഞാല് ഈ കല്ലിനുണ്ടായ സ്ഥിതികോർജം ഗതികോർജമായി നേരെ എവിടെ പോയി വീണു? ഈ കുളത്തിൽ പോയി വീണു. അപ്പോൾ ഈ കുളത്തിൽ എന്തുണ്ടായി? ഇതേപോലെ ഓളങ്ങൾ ഉണ്ടായി, വേവ്സ് ഉണ്ടായി, തരംഗങ്ങൾ ഉണ്ടായി. ശരിയല്ലേ? സോ ദ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇൻ ടു കൈനറ്റിക് എനർജി. ഇനി ശ്രദ്ധിക്കുക, ആ എനർജി ആരെടുത്താ ഉള്ളത്? കല്ലിലല്ലേ ഉള്ളത്. ആ കല്ല് എന്ത് ചെയ്തു? കുളത്തിലേക്ക് വീണപ്പോൾ എനർജിയും കൊണ്ടാണ് ആ കല്ല് വന്നത്. ആ എനർജി ആർക്ക് കിട്ടുന്നു? നമ്മുടെ കുളത്തിന് കിട്ടും, ഈ വെള്ളത്തിന് കിട്ടും. ആ കിട്ടിയ എനർജി എനിക്ക് എനർജി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ വെക്കുകയാണ് ചെയ്യുക, നമ്മുടെ കുളം ചെയ്യാനല്ല. ആ കുളം എന്താ ചെയ്യാന്നറിയോ? ഇറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു എവരി റീജിയൻ. ഇവിടെ നിന്ന് കണ്ടോ ഈ വേവ്സ് പോയത് കണ്ടതാ, ഇങ്ങനെ പോയത് കണ്ടില്ലേ? ഇങ്ങനെ വേവുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ഭാഗത്തേക്കും ആ എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത്രേ ഉള്ള കാര്യം. എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു ടൂളാണ് എന്ത്, അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് എന്ത് വേവ് മോഷൻ. കണ്ടോളൂ, എന്താണ് തരംഗചലനം എന്ന് വെച്ചാൽ വ്യക്തമായി പഠിച്ചു വെക്കുക. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അതായത് മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗമാണ് തരംഗചലനം. ഇറ്റ്സ് എ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇത് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫറാ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. എനർജിയെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് കൊണ്ടുപോകാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് കേട്ടോ വേവ് മോഷൻ. അപ്പൊ ഇതാണോ നമ്മുടെ ഡെഫിനിഷൻ? പല കുട്ടികളും ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഇത് എഴുതി വെക്കും. ഇത് ഡെഫിനിഷൻ അല്ല. ഇത് എന്താണ് വേവ് മോഷൻ എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ഇതാണ് ഡെഫിനിഷൻ. എനർജിയെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് കൊണ്ടുപോകുന്നേ? വേവ് ആയിട്ടാണ് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ടാണ്. കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഓസിലേഷൻസ് ഉണ്ടാക്കിയാ പോകുന്നത്. തുടർച്ചയായിട്ട് എന്തുണ്ടാക്കുന്നു? തരംഗങ്ങളിലൂടെ അല്ലെങ്കിൽ ദോലനങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കേ. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു അല്ലേ? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. നമ്മളൊരു കല്ലിടുമ്പോൾ ഒറ്റ വേവാണ് ഉണ്ടാവുന്നത് അല്ല. ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് വലിയ കല്ലാണെങ്കിൽ കുറേ വേവുകൾ ഉണ്ടാവും.
ചെറിയ കല്ലാണെങ്കിലോ 1-2 വേവ് ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? സോ ആ ഒരു കല്ല് താഴേക്ക് വീഴുമ്പം എത്രമാത്രം എനർജിയാണ് കിട്ടുന്നത്, അത്രമാത്രം വേവുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ അത് കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ആണ്. ഒരു കല്ല് വീണാൽ ഒരു വേവ് നല്ല, 2 കല്ല് വീണാൽ 2 വേവ് നല്ല. എനർജി എത്രമാത്രം ഉണ്ടോ ആ കംപ്ലീറ്റ് എനർജിയും എല്ലാ ഭാഗത്തെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നോക്കിക്കോ, ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം one part to the other parts through oscillations. എന്താ പറഞ്ഞത്? ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് പ്രസരിക്കുന്നതാണ് എന്ത്? തരംഗചലനം. ഡീലായോ? സോ നിങ്ങൾ ഇനി ഓരോ തവണ കുളത്തിലേക്ക് കല്ലെടുത്തെറിയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആ എറിയുമ്പോൾ കുളത്തിന് എന്ത് കിട്ടുകയാണ്? എനർജി കിട്ടുകയാണ്. ആ എനർജിയെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോവാണ്. ആരാ കൊണ്ടുപോകുന്നത്? നമ്മുടെ കുളത്തിലുള്ള വേവുകൾ, തരംഗങ്ങൾ, ദോലനങ്ങൾ. കിട്ടിയോ? സംഭവം ഇത്രയേ ഉള്ളൂ. സോ ഇതേപോലെ രസമായിട്ട് പഠിക്കാനുണ്ട്. ഇന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ തരംഗങ്ങൾ കുറേ ടൈപ്സ് ഉണ്ട്. വേവ്സ് ആർ മെയിൻലി 2 ടൈപ്സ്. അത് ഏതൊക്കെയാണ്? മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ആണ് കേട്ടോ. ഈ മെക്കാനിക്കൽ വേവ്സ് നമ്മൾ 2 ആയിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഓക്കെ, ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് പഠിക്കാനുണ്ട്. സോ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ തന്നെ MS-ലേക്ക് കയറി വരിക, MS-ന്റെ എല്ലാ ലൈവുകളും കാണുക. ഓരോ ലൈവിലും ഇതേപോലെ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ മസ്റ്റായിട്ടും ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം. എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുധാരിക തരംഗവും യാന്ത്രിക തരംഗത്തിൻ്റെ ടൈപ്സ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മതി. അനുധാരിക തരംഗത്തിന് ഒരു എക്സാമ്പിൾ ഒറ്റൊന്നും മതി, അല്ല വേണ്ട 2 എക്സാമ്പിൾ ഇട്ടോ. ഈ എക്സാമ്പിൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ടും നമ്മുടെ കൂടെ കൂടാം. വളരെ സിമ്പിൾ നമുക്ക് പഠിക്കാൻ പറ്റും. സോ വീണ്ടും കാണാം മക്കളെ. ഇറ്റ്സ് മീ യുവർ മനു സാർ. താങ്ക് യു. ബൈ.